എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് വെസ്റ്റ് ആഫ്രിക്കയിലെ സിയറ ലിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്താണ്. സോ ഞാൻ ക്യാപിറ്റൽ സിറ്റിയിലാണ്, ഫ്രീ ടൗണിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഇവിടെയൊക്കെ കാണാൻ വേണ്ടി പോവാണ്. ഇന്ന് സൺഡേ ആണ്. ഞാൻ നല്ല ലേറ്റ് ആയിട്ടാണ് ഉറങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് എണീച്ച് അത് കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോഴാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. സോ എൻ്റെ കൂടെ കുറേ മലയാളീസ് ഉണ്ട്. അപ്പം ഞാൻ അവരെയൊക്കെ പരിചയപ്പെടുത്തരാം. ഹലോ നമസ്കാരം. എന്താ പേര്? ദിൽഷ. നാട്ടില് തൃശ്ശൂര്. ജോജോ തൃശ്ശൂർ തന്നെ. ഓക്കെ. അമ്പാടി തൃശ്ശൂര്. കോട്ടയാണല്ലേ? ഓക്കെ. നമുക്ക് വേറെ ഡ്രൈവ് ചെയ്യാൻ വേറെ ഒരാൾ കൊണ്ട്. ഹായ് ബ്രോ, ഹൗ ആർ യു? ഗുഡ്. ഓക്കെ. സോ വേറെ ഒരാളും കൂടെ ഉണ്ട്. പേര് സോനു. നാട്ടില് കോട്ടയം. ഓക്കെ. സോ നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? ബുറെ ബീച്ചിലേക്കാണ് പോകുന്നത്. സോ ഇവിടെ കൂടുതലും ബീച്ചസ് ആണ് അല്ലെ? ഇവിടെ വേറെ എന്താ കാണാനുള്ളത്? മോസ്റ്റ്ലി ബീച്ചസ് ഒക്കെ. ഓക്കെ, വൈറ്റ് സാൻഡ് ബീച്ചസ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങോട്ട് പോയി നോക്കിയൊക്കെ. അത് മാത്രമല്ല, ഞാനിപ്പോൾ സെനഗലിലോട്ടിട്ട് ഫുൾ ഇങ്ങനെ കോസ്റ്റൽ ഏരിയ ടച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി ബീച്ചസ് ആണ് ഉണ്ടാവുക. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കൂടുതലും വില്ലേജസ് ആണ്. ഇവിടെ അങ്ങനെ മൗണ്ടെയിൻസ് ഒരുപാട് കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ കണ്ടോ കുറച്ചുകൂടെ വലിയ വീടുകളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. പച്ചപ്പൊക്കെ ഉണ്ട്. ഒരു കേരളത്തിൻ്റെ ഒരു ടച്ച് നല്ലോണം തോന്നുന്നൊരു സ്ഥലമാണിത്. കണ്ടോ വലിയ ബിൽഡിങ്സ് ഒക്കെ, ഓരോ പുതിയ ബിൽഡിങ്സ് ഒക്കെ പണിതുകൊണ്ടിരിക്കുന്നു നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴി നോക്ക്, ഇപ്പൊ ഫുള്ള് ഗ്രീനറി ആണ് കേട്ടോ. അവിടുത്തെ ലാൻഡ്സ്കേപ്പ് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ പച്ചപ്പെന്ന വാക്ക് തന്നെ പറയുന്നത് കേട്ടോ. ഡ്രൈ ലാൻഡ്, ഡ്രൈ സീസൺ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഇവിടെ എത്തിയപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അത് അവിടെ ക്ലൗഡ്സ് ആണോ കോടയാണോ? നല്ല ചൂടാണല്ലോ. അപ്പോൾ ക്ലൗഡ്സ് ആവാൻ ചാൻസ് അല്ലേ? യാ. സോ ഈവൻ ദ റോഡ്സ് എല്ലാം ഇവിടെ ഓക്കെ ആണ് കേട്ടോ. ഔട്ടറിലേക്ക് പോകുന്ന വഴിക്കാണെങ്കിലും കംപ്ലീറ്റ് നമുക്ക് റോഡെല്ലാം ഉണ്ട്. കണ്ടോ, എല്ലാം ഗ്രീനറി കാണാൻ പറ്റുന്നുണ്ട്. അങ്ങോട്ട് നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു മല പോലെ, നമുക്കൊരു ഹൈ റേഞ്ച് ഒക്കെ പോകുന്ന ഒരു ഫീലാണ്. ലൈക്ക് ഉള്ളിൽ AC ഇട്ടുകൊണ്ട് നമുക്ക് ചൂടും കുഴപ്പമായിട്ട് തോന്നുന്നില്ല കേട്ടോ. നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. സോ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് ബീച്ചിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ കണ്ടോ ഒരേപോലെ തന്നെയാണ് ഉള്ളത്. പിന്നെ പക്ഷേ ഞാൻ ഇവിടെ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ വീടുകളൊക്കെ അത്യാവശ്യം വലുതാണ്. ഈവൻ ഈ വീടുകളാണെങ്കിൽ തന്നെ കണ്ടോ, ബാക്കി വരുന്ന വഴിക്കൊക്കെ കണ്ട വീടുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ്. ഞാൻ പറയായിരുന്നു വീഡിയോ എടുക്കാൻ ഇവർ സമ്മതിക്കില്ല, ഭയങ്കര റൂഡാണ്. അപ്പോൾ ഇവള് പറഞ്ഞ് ഇവിടെ എല്ലാവരും ഫ്രണ്ട്ലി ആണെന്നാണ് പറയുന്നത്. തല്ലി കിട്ടുമ്പോൾ ഒരുമിച്ച് വാങ്ങാം കേട്ടോ. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മള്. ഹായ്, ഹലോ, ഹൗ ആർ യു? Good. It's your home? Yeah, we are going to the beach. So, yes, mommy. Yeah. Going down. കണ്ട അവര് കുഴപ്പമില്ല കേട്ടോ, ഫ്രണ്ട്ലി ആണ്. So, yeah, so the other one day and so we started people then they were cool. Then they so. You speak Creole or English? And now they talk English. And now they for talk English. ഇവര് ക്രിയോളെ ഓൾറെഡി ആക്ച്വലി ഒരു ബ്രോക്കൺ ഇംഗ്ലീഷ് ആണ്. ഞാൻ ബെലീസിലൊക്കെ ഉണ്ടായ സമയത്ത് അങ്ങനെ ഒരു ബ്രോക്കൺ ഇംഗ്ലീഷാണ്. അതായത് ഇവരുടെ ക്രിയോളെ പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെയാണുള്ളത്. ഹെയർ അവൾ ഇതാക്കാൻ വേണ്ടി പോവാണെന്ന് തോന്നുന്നുണ്ട്. ഹെയർ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നുണ്ട്. യു ഗോയിങ് ടു ഡു ദ ബ്രൈഡ്സ് ഹെയർ? യാ, ക്യാൻ ഐ ടച്ച്? നല്ല രസാട്ടാ. നല്ല സ്പ്രിങ് പോലെ ഇരിക്കും. തൊട്ടോക്കെ നല്ല രസാ, അടിപൊളിയാ. നൈസ്, താങ്ക് യു. യാ. സോ ദാ നമ്മളങ്ങോട്ട് പോവാണ് കേട്ടോ ബീച്ചിലേക്ക്. ഇതുവഴി നടന്നു കഴിഞ്ഞാൽ എത്തുമെന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഇവര് മേ ബി ഇംഗ്ലീഷ് അറിയുന്നോണ്ടാണോ എന്താന്നറിയില്ല, ഇവിടെ ഫ്രണ്ട്ലി ആണ്. പക്ഷെ വേറെ എവിടെ വീഡിയോ ക്യാമറ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഷോ അത് കേൾക്കാൻ ഞാൻ കൊതിക്കുക. കാരണം വേറെ എവിടെയും അങ്ങനെ ഉണ്ടായിട്ടില്ല. വീഡിയോയിൽ ഓൾറെഡി അറിയാം. അങ്ങനെ നാണൊന്നുമില്ല. ഇവര് റോഡ് സൈഡിലൊക്കെ നിന്നിട്ട് വീഡിയോ എടുക്കുന്നതാണ്, ടിക്ടോക്ക്. ഓക്കെ, നൈസ്. എന്നാ ഇവിടെ ഇച്ചിരി ഈ കാര്യത്തിൽ അവർ ഡെവലപ്ഡ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ വേറെ എവിടെ ചെന്നാലും അവർ പറയും ഇല്ല വീഡിയോ എടുക്കുമല്ലോ. ഞാൻ എടുക്കൂലേ അവരുടെ, ഞാൻ ചോദിച്ചിട്ട് എടുക്കൂ. പക്ഷെ ഞാൻ എൻ്റെ ഇങ്ങനെ എടുത്തു പോകൂലേ, അപ്പൊ അവരുടെ ഫേസ് പോലും കാണൂല. എന്നാലും ഞാൻ ഇങ്ങനെ എടുത്തു പോകുന്നതിനെ നോ 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 ഇങ്ങനെ പറയും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസിയാണ്. പിള്ളേരെല്ലാം ഇങ്ങോട്ട് വന്നിട്ട് ഹലോ പറയുന്ന കേട്ടാ. അത് പൈസ കിട്ടാനില്ല, ആ കെട്ടിപ്പിടുത്തം കണ്ടറിയാം.
ഹായ് ഹായ്. പോസ് ഒക്കെ ചെയ്യണടാ. ഐ എം സോ ഹാപ്പി സീരിയസ്ലി. അവിടെ കുട്ടികൾ വരെ ഓടിപ്പോടാ ക്യാമറ കണ്ട ഫോൺ കണ്ട. ഇവിടെ ഒരു പോസ് ചെയ്യുന്നു. അയ്യോ ഐ എം സോ ഹാപ്പി. ബൈ. എന്തേലും മേടിച്ചു കൊടുക്കാറുന്നടാ, മിഠായി വല്ലതും ഇവിടെ എന്തേലും ഉണ്ടാ? യാ, അവർക്ക് ഭയങ്കര സന്തോഷാവും. ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള പിള്ളേരൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഈസ്റ്റ് ആഫ്രിക്ക, സെൻട്രൽ ആഫ്രിക്കയിലൊക്കെ അടിപൊളി ഇതുപോലെ പിള്ളേര്. പക്ഷെ ബാക്കിയുള്ള കൺട്രീസിലൊക്കെ പിള്ളേർ തന്നെ ഭയങ്കര പ്രശ്നമാണ്. ഈ ഒരു സ്ഥലം ഞാൻ ആഫ്രിക്ക അല്ല കേരളത്തിലാന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കാതിരിക്കോ? അല്ലേ? ശരിക്കും കേരളം പോലെ തന്നെ അല്ലേ? മാവാണെങ്കിലും ഫുള്ള് പപ്പായ, മാങ്ങ, വാഴ കറക്റ്റ് സെയിമാണ്. ഒരു മാറ്റം പോലും ഇല്ല. എനിക്കൊന്ന് ഈ വീട് വരെ നമ്മളൊരു കേരള സ്റ്റൈലല്ലേ, ശരിക്കും അതേപോലെ തന്നെ ഉണ്ട് കേട്ടാ. ഒരു കറക്റ്റ് അതേപോലെ ഉണ്ട്. ഹലോ, ഒരു പൂച്ചെല്ലാം ഇരിക്കുന്നു. ഹലോ ഹായ്. പൂച്ച വരെ ഫ്രണ്ട്ലിയാന്നാ. വാട്ട് ആർ യു മേക്കിംഗ്? ഫിഷ്? ഓ, ഫ്രഷ് ആയിട്ടുള്ള ഫിഷാണ് കേട്ടോ അവരുണ്ടാക്കുന്നത്. ഫിഷിന് വേണ്ടിയിട്ട് എന്തോ അവര് ചമ്മന്തിയാ, നല്ല മുളകുണ്ട് തോന്നുന്നു. മുളകും എന്തായാലും ഉള്ളി മുളകും എന്തോ ഇട്ടിട്ടൊരു ചമ്മന്തിയാണ് കേട്ടോ. അതിൽ ഇവരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഫിഷ് ഭയങ്കര റോ ആയിട്ടാണ് അവർ ഉണ്ടാക്കുന്നത് കേട്ടോ. ഫ്രൈ ചെയ്യുന്നത് റോ ആയിട്ടാണ്. പക്ഷെ ഇതിന് ചമ്മന്തി ഉണ്ടല്ലോ, ചമ്മന്തി മേ ബി കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ചമ്മന്തി കൂട്ടിയായിരിക്കും കഴിക്കുന്നുണ്ടാവും കേട്ടോ. നൈസ് ഫ്രഷ് മീനല്ലോ. നോക്ക്, നമ്മുടെ നാട്ടിലിപ്പോൾ ഇത്രയും മരങ്ങളൊന്നും കാണാറില്ല. പണ്ടത്തെ കേരളം അങ്ങനെ വേണം പറയാനായിട്ട്. ആ കൊച്ചൊക്കെ കടന്നുറങ്ങുന്നതൊക്കെ പകുതി ഒരു ബെഞ്ചിൽ കടന്നുറങ്ങുന്ന കേട്ടോ. പിന്നെ എല്ലാ വീട്ടിലും ഇഷ്ടം പോലെ പിള്ളേരുണ്ടാവും കേട്ടോ. എവിടെ നോക്കിയാലും കുറേ പിള്ളേരെ നമുക്ക് കാണാൻ പറ്റും. അവരിതാ മണ്ണപ്പം ചുട്ടെല്ലാം കളിക്കുന്നതാണ് കാണുന്നത്. ഇതിന് ഈ ബീച്ചിലൊക്കെ ഇറങ്ങാൻ പല വഴികളുണ്ട്. നമ്മൾ വില്ലേജിൽ വഴി കൂടിയാണ് എടുത്തത് കേട്ടാ. അപ്പുറം കുറേ കാറ് നിർത്തിയിട്ട് ഇവിടെയും കുറേ കാറൊക്കെ കാണുന്നുണ്ട് ബീച്ചിലേക്ക് പോകാനുള്ളത് കേട്ടാ. എനിക്കറിയില്ലായിരുന്നു ഇത്ര ഫ്രണ്ട്ലി ആണെന്നുള്ളതൊക്കെ. ഞാൻ വിചാരിച്ചു കുറച്ചൊക്കെ റൂഡാന്നുള്ളതാണ്. ഈവൻ എന്താ ഫോറിനേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ എന്തായാലും ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്താണ്ട് അവരൊക്കെ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. മോസ്റ്റ് ട്രാവൽഡ് പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ടല്ലോ. അവരൊക്കെ കുറേ ട്രാവൽ ചെയ്യുന്നതാന്ന് തോന്നുന്നു. അത് അവരുടെ എന്തോ ഇതാന്ന് തോന്നുന്നു കേട്ടോ. കുറേ ആൾക്കാരുണ്ട് എന്നുണ്ടോ. അതിൻ്റെ എല്ലാത്തിലും ഇതാ ബുദാപെസ്റ്റ് ടു ബമാക്കോ എന്ന് പറയുന്ന മറ്റേ സംഭവമല്ലേ, മാലിയിലെ ക്യാപിറ്റൽ സിറ്റി എങ്ങാണ്ടല്ലേ ബുദാപെസ്റ്റ്. അവിടെ ഹംഗറി അല്ലേ? ഹംഗറിയിൽ നിന്ന് അവർ ഈ വണ്ടിയായിട്ട് വന്നതാണോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. കുറേ കാണുന്നുണ്ടല്ലോ, കുറേ ആ സെയിം പേരിൽ കുറേ വണ്ടികൾ കാണുന്നുണ്ട്. മേ ബി അങ്ങനെ വന്നായിരിക്കും. അന്ന് ഞാൻ കുറേ ഗ്രൂപ്പിനെ കണ്ടില്ലേ, അതുപോലെ തന്നെ ആയിരിക്കും. ഇത് കേരളത്തിലൊക്കെ ഒരു എൻ്റെയൊക്കെ വീടിൻ്റെ അവിടെയൊക്കെ ഇതേപോലെ ആ കിളികളുടെ സൗണ്ട്. ഇതാ എനിക്ക് ഈ ഇല ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇത് കഴിക്കാറേ ഇല്ല. എവിടെ കാണുമ്പോഴും ഞാൻ ആലോചിക്കും മുരിങ്ങക്കായും മുരിങ്ങേൻ്റെ ഇലയെല്ലാം. ഞാൻ എന്നിട്ട് ഇവരിത് കഴിക്കൂലല്ലോ, ഇവർ കഴിക്കൂല, ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. അവിടെ നോക്കും എന്ത് രസാ, കിളിക്കൂടാട്ടാന്നറിയേ. ഇതേ ഫുള്ള് കിളീൻ്റെ കൂട്, കംപ്ലീറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഓരോ ഓർഗാനിക് ലൈഫ് തന്നെയാണ് കേട്ടോ. ഇതാ ആ ഒരു മരം കണ്ടോ, അത് എന്ത് മരം എന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ആ മരത്തിലൊക്കെയും കിളിക്കൂടാ കാണുന്നത്, വേറെ ഇലയൊന്നും കാണുന്നില്ല അല്ലേ. ഫുള്ള് കിളിക്കൂട്. ആ കപ്പയാണ് ബാക്കിയുള്ളത്. അത് ഞാൻ പറഞ്ഞു, ഈ ഒരു ലാൻഡ്സ്കേപ്പ് കണ്ടു കഴിഞ്ഞാൽ ഫുൾ എക്സാക്റ്റ് പഴയ കേരളം. ആളുകൾ മാത്രം മാറ്റം, കൾച്ചറും ഭാഷയും മാത്രം മാറ്റം. മറ്റേ ഈ എന്താ കോളാമ്പി പൂവോ ഇങ്ങനെ എന്തോ പറയൂല അതിന്, ആ പൂ വരെ ഉണ്ട് കേട്ടാ. സെയിം വെതറല്ലേ, അതുകൊണ്ടായിരിക്കും അല്ലേ. ഫൈനലി ഇതാ നമ്മള് ബൊറേ ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് വിചാരിച്ചതിനേക്കാളും നല്ല ക്രൗഡാണുള്ളത്. എനിക്ക് ബീച്ചിൽ എല്ലാവരും ഇറങ്ങുന്നത് കണ്ടിട്ട് എനിക്ക് ഇറങ്ങാൻ വേണ്ടി തോന്നുന്നുണ്ട് കേട്ടാ. നമുക്ക് ഇറങ്ങാം ബീച്ചിലേക്ക്. ഫുള്ള് നോക്ക്, അവിടെ എല്ലാം വീഡിയോയും ഫോട്ടോയും എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടാ. കണ്ടാ അവിടെ മൊത്തം മറ്റേ ഓരോ ഷൂട്ടാണ്, ഓരോ ഡ്രസ്സെല്ലാം ഇട്ട് വന്നിട്ടെല്ലാം എല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ഫുള്ള് ആ അറ്റം വരെ. അങ്ങോട്ട് പോവാ. അവിടെ എന്ത് തോണിയില്ലോ എന്തിനൊക്കെ അവര് ഇറങ്ങിയിട്ടുള്ളത്. ആഹാ കൊള്ളാലും കണ്ടോ. വാ എന്ത് രസം അറിയാം. ഇവരാണെങ്കിൽ പിന്നെ ഭയങ്കര ഫിറ്റായിരിക്കും. ഇവിടുത്തെ ഈ ആഫ്രിക്കൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നല്ല തടി ഉണ്ടാവും, പക്ഷെ ഭയങ്കര അടിപൊളി ഷേപ്പായിരിക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും എല്ലാവരെയും കാണാൻ.
അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ ഒരു ബുദാപെസ്റ്റിന്റെ ആ ഒരു വണ്ടി കണ്ടില്ലേ, അവിടുന്ന് വന്ന ആൾക്കാരാണ്. ഇത് മൊത്തം കാറ്റ് കൂടുതലുണ്ടാവും, ഡിസ്റ്റർബൻസ്. കാരണം ഞാൻ മൈക്ക് ഗാംബിയയിൽ മറന്നു വെച്ചിട്ടാണുള്ളത്, അതുകൊണ്ട് തന്നെ നല്ല കാറ്റായിരിക്കേ. അവരവരുടെ ട്രഡീഷണൽ ഡാൻസും ട്രഡീഷണൽ സംഭവങ്ങളൊക്കെയാണ്. ഞാൻ കാറ്റിനെ വേണ്ടി മറയ്ക്കാൻ വേണ്ടി ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് നിൽക്കുകയാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ എന്ത് രസമാണ്, ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് ആണ്. അവിടെ കണ്ടോ, ഇവിടെ ഫുള്ള് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചും അങ്ങോട്ട് ദൂരെ മൊത്തം ഗ്രീനറിയും ക്ലൗഡ്സും ഒക്കെ ആയിട്ട് ഈവൻ ഒരു മഴ പെയ്യാൻ പോകുന്ന പോലെ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെയാണ് കേട്ടോ അവിടെ കാണുന്നത്. ഇവിടെ കുറേ ചെറിയ പിള്ളേരെ കാണുന്നുണ്ട്. ഇവിടെ നോക്ക്, ഇവരുടേതായ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് എന്തൊക്കെയോ പരിപാടി ഇവർ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് സൺഡേ ആയിട്ടാ. അവരുടെ ഒരു ചെണ്ടകൊട്ടും സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഓക്കെ, ഇവിടെ നോക്ക്, മൊത്തം ഈ വണ്ടിയിലുള്ള ആൾക്കാരാണ് കേട്ടോ. ഈ ഒരു സംഭവം, എന്തോ ഒരു സംഭവം നടക്കുകയാണ്, അവരെല്ലാരും കൂടെ വന്നിട്ടുള്ളത്. അത് വന്നതാണോ എങ്ങനെയാണെന്ന് തന്നെ മനസ്സിലാവുന്നില്ല. പല ടൈപ്പ് വണ്ടിയിലും ഇത് തന്നെ, ഇതിന്റെ ക്രൗഡ് മാത്രമേ ഇവിടെ കാണുന്നത്. Hi, how are you? I'm doing great. How are you? Yeah, I'm good. Right. So, ഞാൻ ആളോട് ചോദിക്കുമായിരുന്നു എങ്ങനെയാണ് എന്താ സംഭവം എന്നുള്ളത്. So you start from Hungary? Yes. Then you will going to stop in Mali, right? So the original rally went to Mali, to Bamako. Okay. But right now it's not possible to go to Mali because of the security situation. Yeah, that's what I asked. Yeah. So now even I'm trying to go, I didn't get the visa. They are not giving the visas now. I think only the business visa they give. Yeah. That's why I'm more curious about it. Yeah. So now the finish line is here in Sierra Leone. Oh, okay. That's why it's here. Yeah. Oh, that's so cool. this is the last day. Then tomorrow morning we will have like a parade into the city center. Wow. And the ceremonial finishing line. So how many people all? So Like, or how many cars? So it's about 350 cars. 350 cars! Oh man, that's crazy. And probably Some 300 people together maybe. or some are like a solo. So like that. I came solo, but most people come in a group of 2 or 3. Okay. You know, I'm a hitchhiker. Oh, nice. Yeah, I'm hitchhiking to one place to another country. I would have given you a ride. Even I came from Portugal, then Spain. From Spain, I took a ferry to Morocco. Then Morocco, I didn't get the visa for Mauritania. So I fly from Morocco to Senegal, then Senegal, Gambia, Guinea-Bissau, Guinea, and now in here. Next going to Liberia. Oh, yeah, so everywhere that's I'm a cool hitchhiking trip. and I'm traveling. That's an Yeah. awesome trip. I've hitchhiked across I'm also the- solo traveling. That's super cool. Yeah. But I didn't see any vehicle on the way. Like you say, you are 350 vehicles, and I didn't even see anyone. Yeah, That's why I wonder. you would have seen us in Morocco, Mauritania. Yeah. And then in Senegal, we actually went in towards Guinea Conakry. Yeah. I To know. go around Gambia. Yeah, I know it. And I met 16 people. They are together. They are from Morocco to South Africa. Oh wow. Yeah, they are a caravan. They have 12 caravan Okay. and 16, 17 people. Oh, that's Yeah, super cool. that's also cool. I met a guy the other day in St. Louis, Senegal. Okay. He's riding his bicycle from South Africa to South Africa in a circle. Okay. So he went up the east coast of Africa, Yeah. and now he's going down the west coast by Yeah, bicycle. I understand. I was a cyclist. I did a Oh. cycling in Uganda, Rwanda, Burundi, that area, Ethiopia. fantastic. I started from Ethiopia. I stopped from Zambia. Oh, To cool. Zambia, I did cycling. So I would Yeah. really love to do the east coast of Africa sometime. I've lived in I think the road is crazy here. Off-road, most of the place in Yeah. the rural areas is off-road. yeah. So in Guinea and Senegal, even the on-road is off-road, basically. Yes. But here is good. Like in Sierra Leone, it's better roads. Really it's better roads. Fantastic roads. Yeah. Okay. Thank you so much. Thank you. Nice to You're meet you. welcome. Yeah, no problem. Okay. You're from India? I guess? Yeah, I'm from India. So this is a Suzuki. Okay. And you came with a with a Swift Suzuki car. Swift, Yeah. yes. Okay. So this Swift is like national car of Hungary. Yeah. And I Oh, understand okay. it's also very popular Wow. in India. Yes. It's everywhere in India. So Suzuki Swift can manage these Yes. terrible So roads. ആരുടെയിലും വണ്ടിയില്ല, കാരവനാണ്, അങ്ങനെയൊക്കെ പോണെന്ന് വിചാരിക്കുന്നവർക്ക് ഇതേ ഈ ഒരു സ്വിഫ്റ്റ് കാറിലാണ് ആള് ഇത്രയും കൺട്രി കവർ ചെയ്ത് ഹംഗറിന്ന്
ഇവിടെ വരെ, അതായത് സിയാറ ലിയോൺ വരെ ബൈ റോഡ് വന്നിട്ടുള്ളത്. സോ നമ്മളുടെ ചെറിയ വണ്ടിയാണെങ്കിലും വണ്ടി മാറ്റർ അല്ല എന്ന് തെളിയിച്ച ഒരാളാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നൈസ് ടു മീറ്റ് യു. ബൈ ബൈ. Backpacker Arunima. Backpacker Arunima. Arunima is my name. Backpacker Arunima. That's my YouTube, Instagram, Facebook, all. Okay, thank you so much. സോ ഇപ്പം എനിക്കൊരു ഐഡിയ കിട്ടി കേട്ടോ. അതാണ് ഞാൻ ആളുടെ അടുത്ത് പോയി ചോദിച്ചത്. ഏകദേശം 350 വണ്ടികൾ. ഒന്ന് ആലോചിച്ചോക്ക് എടാ, അവര് ഹംഗറിയിൽ നിന്ന് തുടങ്ങിയതാ, മാലിയിലാണ് അവസാനിപ്പിക്കാൻ നിന്ന്. പക്ഷെ മാലിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ടൂറിസ്റ്റ് വിസ ഒന്നും കൊടുക്കുന്നില്ല. എനിക്ക് വിസ കിട്ടിയിട്ടില്ല, ഞാൻ മാലി പോകാൻ സ്കിപ്പ് ചെയ്തു. വിസ അവർ കൊടുക്കുന്നില്ല, ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ആയിട്ട്. ഒരു ടൂറിസ്റ്റുകൾക്കും കൊടുക്കുന്നില്ല. ഞാൻ വിചാരിച്ചു ഇന്ത്യൻസിന് മാത്രമാണെന്നുള്ളത്, പക്ഷെ എല്ലാവർക്കും ഇഷ്യൂ ആണ്. മാത്രമല്ല ഫ്രാൻസിലുള്ളവർക്കും എല്ലാവർക്കും പ്രശ്നമുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെല്ലാം ബേസ്ഡ് ടെക്സാസ് ആണ്, US പക്ഷേ സെറ്റിൽഡ് ഇൻ ഹംഗറിയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നോക്ക് എന്തൊക്കെ ടൈപ്പ് കാറുകളാണെന്നറിയോ. എല്ലാ ടൈപ്പ് കാറുകളുണ്ട്, വലുതും ചെറുതും ഫുള്ള് ടൈപ്പ് വണ്ടികൾ ഇവിടെ കാണാം. പിന്നെ വേറെ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന വണ്ടികളില്ലേ അവർ അവിടുന്ന് ഈ ഒരു റൈഡിന് വേണ്ടി മാത്രം കൊണ്ടുവന്നിട്ടുള്ളവരാണ്. അപ്പോൾ ഈ ഒരു റൈഡ് ഇന്ന് ഇവിടെ അവസാനിക്കുവാണ്. അതായത് നാളെ ഇവരൊരു പരേഡ് ഉണ്ട് ഇവിടെ മൊത്തം. ഇവർ ടൗണിലൂടെ എല്ലാ വണ്ടികളും ഒരുമിച്ച് പോകുന്നതാണ് പറയുന്നത്. മാലിയിൽ അവസാനിപ്പിക്കുന്നതിന് പകരം മാലി വിസ കിട്ടാത്തതുകൊണ്ട് സിയാർ ലിയോണിലാണ് അവർ അവസാനിപ്പിക്കുന്നത് കേട്ടോ. സോ എന്താ പറയുക, അവർ ഈ വണ്ടി ഇവിടെ വിൽക്കുന്നു. അതായത് ഇപ്പോൾ പല ടൈപ്പ് വണ്ടികളുണ്ടല്ലോ, വന്ന റൂട്ട് മൊത്തം അവർ തിരിച്ച് ഹംഗറിയിലേക്ക് കൊണ്ടുപോകില്ല ഈ വണ്ടി. അപ്പോൾ ഇവിടെ വിൽക്കാൻ വേണ്ടി ഇട്ടേക്കുവാന്നാ പറയുന്നത്. സോ അതാണ് കുറേ ആളുകളുടെ വണ്ടിയെല്ലാം ഭയങ്കര പഴയതില്ലേ, അവർ സെക്കൻഡ് ഹാൻഡ് വണ്ടിയെല്ലാം ഹയർ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫുള്ള് പൊടിയെല്ലാം പിടിച്ച് ഭയങ്കര ഇതായിട്ടുണ്ട്. മേ ബി ചിലരെല്ലാം തിരിച്ച് കൊണ്ടുപോകുന്നുണ്ടാവും, നല്ല വലിയ വലിയ വണ്ടിയെല്ലാം. പക്ഷെ മിക്കതും പഴയ വണ്ടിയാണ്. കാരണം ഇവിടെ ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല വണ്ടി വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, അത്രയും ഇതായിട്ടുള്ള വണ്ടി വേണം, അല്ലെങ്കിൽ ഫുള്ള് സീനാണ് കേട്ടോ. നോക്കി നിൽക്കല്ലേ, ഇവിടെ അവർ എല്ലാവരും ടെൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയിലും അവരുടെ ടെൻ്റെല്ലാം അതിൻ്റെ മുകളിൽ തന്നെ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും അവർക്ക് എന്താ പറയുക, ഇവിടെ ഒന്നും താമസിക്കേണ്ട ആവശ്യമില്ല, ലൈക്ക് ഹോട്ടലിലൊന്നും. കാരണം ഇവിടെ എല്ലാം ഭയങ്കര റൂറൽ ആയിട്ടുള്ള ഏരിയാസിൽ പോകുന്ന സമയത്ത് ഈവൻ ഹോട്ടൽസ് ഒന്നും അവൈലബിൾ അല്ല, അങ്ങനെയാണ്. എന്തൊക്കെ ടൈപ്പ് വണ്ടികളാണെന്നറിയോ, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇത്രയും ആൾക്കാർ, അതും പല ഏജ് കാറ്റഗറി ഉള്ള ആൾക്കാരാണ്. ഒരുപാട് ഏജ് ഉള്ളവരും ചെറിയ ആളുകളും ഒക്കെ. എന്താ പറയുക, നമ്മളെ നാട്ടിലൊക്കെ ട്രാവൽ ചെയ്യാൻ വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് ഒരു ക്രൈം പോലെയാണ്. ഇവരെല്ലാം ലൈഫിൻ്റെ ഓൾമോസ്റ്റ് അവർ മണി സേവ് ചെയ്യുന്ന മൊത്തം അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാനും ഈ വേൾഡ് കാണാനും വേണ്ടിയിട്ടാണ്. ഞാൻ ബീച്ചിൽ വന്നപ്പോൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. ഞാൻ ഇവിടെ വരുന്ന വഴിക്ക് മേടിച്ചതായിരുന്നു ബീച്ചിലിടാനായിട്ട്. ഞാൻ കുറേ നാളായി ബീച്ചിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. സോ ഞാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചാണ് മേടിച്ചത്. പക്ഷേ ഷോർട്സ് മേടിച്ചിട്ടില്ല, ടോപ്പ് മാത്രമാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. അവർക്ക് നോക്കി ചുമ്മാ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളതാണ്. ആക്ച്വലി ഇതിൻ്റെ ഒരു ഡ്രോൺ ഷോട്ട് കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. കാരണം ഇത് ഭയങ്കര വൈറ്റ് സാൻഡാണ്. വൈറ്റ് സാൻഡും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇച്ചിരി വെള്ളവും ഇടയിൽ ഗ്യാപ്പും കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, നൈസാണ് ആക്ച്വലി. പക്ഷെ വീഡിയോയിൽ എനിക്ക് ഒന്ന് ആ ബ്ലൂ കളറൊന്നും കാണാൻ പറ്റില്ല. അവിടെ എല്ലാം ബ്ലൂ കളറാണ്, ഇങ്ങനെ വൈറ്റ്, ഡാർക്ക് വൈറ്റ്, ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, അതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ ഓരോ സ്റ്റേജിൽ. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ച്. എനിക്കൊന്ന് ഗാംബിയയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ച് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചില സ്ഥലത്തൊന്നും അങ്ങനെ രസമായിട്ടുള്ള ബീച്ചൊന്നും ഉണ്ടായില്ല. ഐലൻഡ്സ് ഉണ്ടായിരുന്നു ബിസാവിൽ കുറേ, പക്ഷെ ഞാൻ ഐലൻഡ്സിലൊന്നും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പോകണമെന്ന് വിചാരിച്ചു, പിന്നെ എനിക്ക് എന്തോ പെട്ടെന്നൊരു ഇത് തോന്നിയിട്ട് ഞാൻ പോയിട്ടുണ്ടായില്ല. പക്ഷെ ഇവിടെ എന്തായാലും അടിപൊളി. ഈവൻ ഇവിടെ ഇത്രയും ക്രൗഡ് ഉണ്ട് എന്നിട്ട് പോലും നമുക്ക് അങ്ങനെ ഒരു ഇത് തോന്നുന്നില്ല. എല്ലാവരും ചില്ലാണ്, ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്നു. സൺഡേ എല്ലാം നമ്മളെ നാട്ടിലൊക്കെ സൺഡേ കിട്ടുന്ന സമയത്ത് ചുമ്മാ ഫുഡും കഴിച്ച് ഉറങ്ങി വീട്ടിലിരിക്കും. ഒരു ദിവസം കിട്ടുമ്പോൾ ഇവരെന്ന് പറയുമ്പോൾ സാറ്റർഡേ സൺഡേ ഇവർ എന്താണെങ്കിലും പുറത്ത് ചുമ്മാ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോകട്ടോ. അത് അവരുടെ ഈ ഒരു കൾച്ചർ എനിക്ക് ഇവര് റെസ്പെക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ അത് നടന്നു പോകുന്ന വഴിക്കൊക്കെ ഇവിടെ കണ്ടോ എല്ലാവരും ഇങ്ങനെ ഫുട്ബോളെല്ലാം കളിക്കുന്നത് കേട്ടോ. അപ്പോൾ ലോക്കൽ ആൾക്കാർ ചെറിയ പിള്ളേരാണ് കളിക്കുന്നത്. പക്ഷേ എന്താ പറയുക, ഇവിടുത്തെ ഫോറിനേഴ്സ് കുറേ പേരുണ്ടല്ലോ, അവരും അതിൻ്റെ കൂടെയൊക്കെ ജോയിൻ ചെയ്തിട്ട് ഭയങ്കര ഫൺ. എനിക്ക് തോന്നുന്നു കുറേ നാൾക്കാർ ഇത്രയധികം ടൂറിസ്റ്റുകളെ ഒരുമിച്ച് കാണുന്നൊരു സ്ഥലം ഇവിടെ. കാരണം അവർ ഏകദേശം 350 വണ്ടിയിൽ തന്നെ എത്ര ആൾക്കാരുണ്ടാവും. ഒരു വണ്ടിയിൽ തന്നെ ചിലപ്പോൾ 4 ആൾക്കാരുള്ള വണ്ടികൾ വരെ ഉണ്ട്.
ഇവിടെയൊക്കെ നോക്ക് എന്ത് ക്ലീനാന്നറിയോ, കണ്ടോ? ഇത് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ബീച്ചസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ചൂടായതുകൊണ്ടാണ് എവിടെയും പോവാറില്ലാത്തത്. പക്ഷെ ഇവിടെ ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് അങ്ങനെ ചൂടൊന്നും ഇല്ല കേട്ടോ, ഒരു തണുത്ത കാറ്റൊക്കെയാണ് കിട്ടുന്നത്. എനിക്ക് ഇറങ്ങാൻ തോന്നുന്നുണ്ട് അങ്ങോട്ട്. അയ്യോ ബോള്, ഫുട്ബോള് അവരവിടെ കാര്യമായിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് അവിടെ ഉണ്ടോ മുങ്ങി പോവാതിരിക്കാൻ പറ്റിയ ഒരു സാധനത്തിലെല്ലാം ഇട്ടിട്ടെല്ലാം നിൽക്കുന്നത്. ഓ, ഞാൻ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ആ മലയാളീസിന്റെ അടുത്ത് ഞാൻ വരാൻ പറഞ്ഞിട്ട്, പിന്നെ വേറെയും കുറെ മലയാളീസ് ഉണ്ട് കേട്ടോ. ഇവരെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഇവരുടെ അടുത്തല്ല താമസിക്കുന്നത്, വേറെ ഒരു ഫാമിലി ആയിട്ടുള്ള മലയാളീസിന്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. അവരെനിക്ക് തോന്നുന്നു അവർ മാത്രം ഒരു 20 പേരെല്ലാം ഉണ്ട്. കണ്ണൂരിൽ നിന്ന് മാത്രം ഒരു 20 ആൾക്കാരെല്ലാം ഒരു അപ്പാർട്ട്മെന്റിൽ തന്നെ താമസിക്കുന്നുണ്ട് കേട്ടോ, ലൈക്ക് 2-3 ഫ്ലോറിലൊക്കെ ആയിട്ട്. സോ അവരെയും കൂടെ വന്നിട്ട് ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. വാവ്, സോ ബ്യൂട്ടിഫുൾ. നോക്ക് അതിന്റെ ആ റിഫ്ലക്ഷൻ കണ്ടോ, ആ റിഫ്ലക്ഷനോട് കാണുന്ന സമയത്ത് ഭയങ്കര അടിപൊളിയാട്ടോ. ഞാൻ ഫുൾ കൈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എനിക്ക് ചൂടെടുക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഈ ഡ്രസ്സ് വാങ്ങിയിട്ട് ഇട്ടപ്പോൾ എന്തോ ഒരു ഫ്രീഡം കിട്ടിയ പോലത്തെ അവസ്ഥയായിരുന്നു കേട്ടോ. കാരണം ഫുള്ള് കാറ്റടിക്കുന്നുണ്ട്, മറ്റേ ചൂടെടുക്കുമായിരുന്നു. എല്ലാവരും ബിയർ അടിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഞാൻ കുറേ ദിവസമായിട്ട് ഞാൻ ലിക്കറൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുടിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. ആരോഗ്യത്തിന് കൊള്ളൂല, അതൊന്നും കുടിക്കാൻ പാടില്ല. ഞാൻ ഇടയ്ക്കൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ എന്ത് വൈബാന്നറിയോ, സീരിയസ്ലി ഐ ലൈക്ക് ഹിയർ. നോക്ക് കണ്ടോ, ഞാൻ ആഗ്രഹിക്കുവാണ് നമ്മളെ നാട്ടിൽ എന്തോരം ബീച്ചസ് ഉണ്ടെന്നറിയോ. പക്ഷെ മിക്ക ബീച്ചസും ഒരുപാട് ക്ലീൻ അല്ല കേട്ടോ. ഇതുപോലെ ഇവിടെ നോക്ക്, ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയാ, പ്ലെയിൻ ആയിട്ടുള്ള എന്തോ ഒരു സ്ഥലം പോലല്ലേ, ഒരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. എത്ര ക്ലിയറാ, കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എത്ര ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ക്ലിയർ ആണെന്നുള്ളത്. പിന്നെ ആകെ ഇടയിൽ ഉണ്ടാകുന്ന സംഭവം എന്താണെന്നറിയോ, ഇതാ നല്ല ഇതുപോലത്തെ ഷെൽസ് മാത്രമാണ് ആകെ ഇവിടെ ഉണ്ടാവുന്നത്, അല്ലാണ്ട് പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെയൊക്കെ കുറേ ഡ്രസ്സിന്റെ ഷോപ്സ് ഉണ്ട്. പിന്നെ അടിപൊളിയായിട്ട് ഇവിടുത്തെ ലോക്കൽസ് ഉണ്ടാക്കിയിട്ടുള്ള കുറേ കളർഫുൾ ആയിട്ടുള്ള ബാഗ്സ്. ഇവിടുത്തെ ഡ്രസ്സ് തന്നെ കംപ്ലീറ്റ് കളർഫുൾ ആണ് കേട്ടോ. പിന്നെ അവിടെ എല്ലാം കുറേ റെസ്റ്റോറൻറ്റ്സും ലിക്കർ ഷോപ്സും ഒക്കെയാണ് കേട്ടോ കാണുന്നത്. കണ്ടോ അങ്ങോട്ട് അവിടെ ഫ്രഷ് ആയിട്ടുള്ള കുറേ ഫ്രൂട്ട്സ് കാണുന്നുണ്ട്. തലയിൽ വെച്ചിട്ട് ആൾക്കാർ നടക്കുന്നത് കണ്ടോ, വിൽക്കുന്നത്. ഞാൻ സൂം ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് ക്ലാരിറ്റി കുറവ് കേട്ടോ. ഞാൻ ആലോചിക്കുക, അവരൊക്കെ അവിടെ ബിക്കിനി ഇട്ടിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിൽക്കുവാണെങ്കിൽ ആളുകൾ നോക്കി കണ്ണുകൊണ്ട് ബുദ്ധിമുട്ടിക്കും, കണ്ണുകൊണ്ടും കൈകൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടിക്കും. പക്ഷെ ഇവിടെ നോക്ക്, ഇവിടെ അവർക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട്. അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. എനിക്കും ഇഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ ഇടാറുണ്ട് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ വരുന്ന സമയത്ത് മാത്രം. അല്ലാത്ത സമയത്ത് ആൾക്കാരെല്ലാം ഇപ്പം കേരളത്തിൽ എനിക്ക് ഇതുപോലെ ഇടാൻ പറ്റുമോ? ഇല്ല. ബിക്കിനി ഇടാൻ പറ്റുമോ? അതെ, ആ പെൺകുട്ടിയൊക്കെ ഇട്ട പോലത്തെ ബിക്കിനി ഡ്രസ്സ് നാട്ടിലിടാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ ആൾക്കാർ പറയും നാട്ടിലെ ആൾക്കാർ എന്താ കൾച്ചറാണ്, അതാണ്. ശരിക്കും പറഞ്ഞാൽ ബീച്ചിൽ എന്താണ് കൾച്ചർ? ബീച്ചിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് ബിക്കിനിയാണ്. പക്ഷെ നമുക്ക് ചൂടായാലും തണുപ്പാണെങ്കിലും ഒക്കെ ഒരേ കൾച്ചറുള്ളൂ. നമുക്ക് പിന്നെ വിൻ്റർ ഇല്ല, ഓൾറെഡി വിൻ്റർ ഡ്രസ്സ് ഇടാൻ. റെയിനി സീസണും സമ്മർ സീസണും ഉള്ളൂ. പക്ഷെ റെയിനിലായാലും സമ്മറിലായാലും നമ്മൾ ഒരേ ക്ലോത്ത്സാണ് യൂസ് ചെയ്യുന്നത്. അവരെല്ലാം ശരിക്കും അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നു. നോക്ക്, വീക്കെൻഡായിട്ട് കണ്ടോ, ഇതെല്ലാം ലോക്കൽ ആൾക്കാരാണ്. അവരെത്ര അടിച്ചു പൊളിക്കുന്നത് കണ്ടോ. കള്ളു കുടിക്കുന്നത് മാത്രം എൻജോയ്മെൻ്റ് ഞാൻ പറയില്ല, കള്ളു കുടിക്കാത്തവരായിരിക്കും അതിൽ മിക്ക ആൾക്കാരും ഉണ്ടാവും. അല്ലാതെ തന്നെ ഡാൻസ് കളിച്ച് പാട്ട് പാടി അവരെല്ലാവരും അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്കതാണ്, നമ്മളെല്ലാം ആൾക്കാർ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ നടക്കാന്നല്ലാണ്ട് ആരും ലൈഫ് എൻജോയ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. സീരിയസ്ലി ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഞായറാഴ്ച ഉണ്ടല്ലോ, അവരെന്തെങ്കിലും പണിക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വരുമോ പോലും ഇല്ല. കാരണം അവർ അടിച്ചു പൊളിക്കാന്നുള്ള ഇത് മാത്രമാണുള്ളൂ. ഈ സാറ്റർഡേ സൺഡേ എന്ന് പറയുമ്പോൾ അവർക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രമുള്ള പരിപാടിയാണ്, അല്ലാണ്ട് വേറെ ഒന്നിനും അവർ പോകില്ല കേട്ടോ. ഇത് അവിടെ കുറേ മലയാളീസ് എല്ലാവരും ഇരിക്കുന്നുണ്ട്. അവർ ഫുഡെല്ലാം എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ട് പറഞ്ഞു, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ രാവിലെ ആണെങ്കിൽ ഉപ്മാവ് കഴിച്ചു, ഉച്ചയ്ക്കാണെങ്കിൽ നല്ല മന്തി കഴിച്ചു കേട്ടോ. അത് ഒരു കുറേ നാളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആഫ്രിക്കക്കാരി തന്നെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അടിപൊളിയായിട്ടുള്ള ഇന്ത്യൻ ഫുഡ്, കേരള ഫുഡെല്ലാം അവരുണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡെല്ലാം. അതുകൊണ്ട് എനിക്ക് തീരെ വിശക്കുന്നൊന്നുമില്ല. എന്തായാലും പോയി നോട്ടെ എന്താണ് അവർ ഓർഡർ ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. ഓൾമോസ്റ്റ് സൺസെറ്റ് ആവാനായിട്ടുണ്ട്. ഇവിടുത്തെ ടൈമിൽ ഡിഫറൻസ് ഉണ്ട് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ 6 മണി ആയിട്ടുള്ളൂ. അപ്പം തന്നെ ഇതാ ഇങ്ങനെ സണ്ണെല്ലാം താഴേക്ക് ക്ലോസ് ആവാനായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്ന് പറയുമ്പോൾ 7 മണി 7:30 വരെയൊക്കെ വെളിച്ചുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അത്രയ്ക്കില്ല കേട്ടോ. അവരൊക്കെ ഇതാ ബീച്ചിൽ നിന്ന് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ സംസാരിച്ചിരിക്കുമായതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് ഇറങ്ങാൻ പോകുന്നത്. കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്താണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. നോക്ക് അവിടെ എന്തോരം ആൾക്കാരാണ് നോക്ക്. അത് പകുതി ആൾക്കാരും ഇതിൻ്റെ ആൾക്കാരാണ് കേട്ടോ.
ആ ഒരു പ്രോഗ്രാമിന് വന്ന ആൾക്കാരാണ് ആ കാണുന്ന മൊത്തം. ഇവിടെ എല്ലാം അവർ പോസ്റ്റ് ചെയ്തിട്ടൊക്കെ വീഡിയോസും ഫോട്ടോസും എടുത്തു കൊടുത്തോണ്ടിരിക്കുവാണ് കേട്ടോ. അതാണ് ഈ കാണുന്നത്. ഈ ഒരു ചങ്ങായിയാണ് എടുക്കുന്നത്. നോക്ക്, അടിപൊളിയായിട്ടുള്ള സൺസെറ്റ് ആണ് കേട്ടോ. കേട്ടാ കളറ്, സ്കൈൻ്റെ കളറ് തന്നെ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇവിടെ തന്നെ ലോക്കൽ ആൾക്കാരാണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ലൈക്ക് ബീച്ചിലേക്കൊക്കെ വന്നിട്ട് അവരിങ്ങനെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയൊക്കെ ചെയ്യും. ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻറ് കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഷോർട്സ് ആണ്. തിരിച്ചാണ് ഞാൻ ഇട്ടേക്കുന്നതെന്ന് തോന്നുന്നു. കയ്യെല്ലാം ഇങ്ങനെ വെച്ചേക്കുന്നത് ഞാൻ തിരിച്ചാണ് ഇട്ടേക്കുന്നത്. ഒരേപോലെയാണ് ഉണ്ടായിരുന്നത്. തിരിച്ച് ഞാൻ ഇട്ടേക്കുവാണ് കേട്ടോ. ഞാനിത് ശ്രദ്ധിച്ചില്ല. ഒരേപോലെ ആ ഫ്രണ്ടും ബാക്കിൽ നല്ല അടിപൊളി ബോബാർലിന്റെ ഒക്കെയാണ് കേട്ടോ. അടിപൊളി സാധനം. തിരിച്ചിട്ടടാ. വേറെ കുറെ മലയാളീസ് ഉണ്ട് കേട്ടോ അവിടെ എല്ലാം. പക്ഷെ അവരാരും ഇറങ്ങുന്നില്ല. കൂടുതൽ ആൾക്കാർ കപ്പിൾസ് ഒക്കെയാണ്. അപ്പൊ അവരെല്ലാരും ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി പോയിരിക്കാണ്. സോ നമ്മൾ 3 പേരും കൂടാണ് ഇറങ്ങുന്നത്. നമ്മളുടെ ഷോർട്സ് എല്ലാം ഉണ്ട്. ഇവിടെ ഒരാൾ പുതിയ ഷോർട്സ് വാങ്ങി, ഒരാൾ ഓൾറെഡി ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ നല്ല വേവ്സ് ഉണ്ട് കേട്ടോ. വേവ്സ് കൂടിയിട്ടുണ്ട്. എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ്. നീന്താൻ അറിയോ? അറിയോ? അറിയില്ല. ഓക്കെ, അപ്പൊ ഒരാൾക്ക് അറിയാം, 2 പേർക്ക് അറിയില്ല. അപ്പൊ ഞാൻ എന്തായാലും ഇറങ്ങി അങ്ങോട്ട് പോവാണ്. എന്താവും അറിയില്ല. പോയി നോക്കട്ടെ കേട്ടാ. ഇവിടെ നല്ല വേവ്സ് ഉണ്ട് കേട്ടാ. നീ നോക്ക്. അയ്യോ, അവിടെ സർഫിംഗ് ഒക്കെ ചെയ്യാൻ പോലും പറ്റുന്ന അത്രയും വേവ്സ് ഉണ്ട്. അവിടെ വരെ ആൾക്കാർ പോയിട്ടുണ്ട്. അവിടെ വരുന്ന ഞാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നല്ല ഭയങ്കര ഇതായിട്ടാ വേവ്സ് അടിക്കുന്നത്. എനിക്ക് ഭയങ്കര പേടിയാണ്. ഈ ധൈര്യവും ഇതൊന്നും എനിക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഉണ്ടാവൂല. എനിക്ക് ആഗ്രഹം മാത്രമാണ്, എൻ്റെ പേടി മാറണം, വെള്ളത്തിൽ കുറേ ഇതാക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഒന്നും പറ്റാറില്ല കേട്ടോ. അതാണ് സംഭവം. ഇവിടെ നോക്ക്, കക്ക എങ്ങാണ്ടാണ് കേട്ടോ കാണുന്നത്. ഫുള്ള് പറ്റി പിടിച്ചിരിക്കുന്നത് അവിടെ എല്ലാം. ഇത് എന്തൊരു ഫോബി ഉള്ളവർക്ക് ഇത് കാണുന്ന ഭ്രാന്ത് പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അറിയോ? എന്തൊരു ഫോബി ഉണ്ട് ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ ആൾക്കാർക്ക് ഇതാവുന്നത്. എനിക്ക് ആ ഫോബിയൻ്റെ ഒരു കുറവേ ഉള്ളൂ. അക്വോഫോബിയ, അക്രോഫോബിയ ഒക്കെ ഉണ്ട്. ഈ ഫോബിയ എനിക്കില്ല. ക്ലസ്ട്രോഫോബിയ, ഈ ഫോബിയൊന്നും ഇല്ല. ഇത് കണ്ട പറ്റി പിടിച്ചിരിക്കുവാണ്. മനസ്സിലാവുന്നില്ല. കണ്ടാ നല്ല അടിപൊളി. ഞാൻ ഇറങ്ങാൻ പോവാണേ. അങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങി തിരിച്ച് കയറിയിട്ടുണ്ട് കേട്ടാ. ഇവിടെ ഒരു ഷോളെല്ലാം തോർത്തെല്ലാം മേടിച്ച് അങ്ങനെ ഇതാ നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഫുള്ള് ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. സമയം 7:30 ആയിന്ന് തോന്നുന്നുണ്ട്. എത്രയായി? 7:30 ആയില്ലേ? യാ, കുറെ നേരം നിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ പേടിയായതുകൊണ്ടും പിന്നെ വേവ്സ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടി വന്നു. അപ്പൊ പിന്നെ ഞാൻ ഇതായില്ല. തട്ടിത്തടഞ്ഞു വീണനെ കാണാൻ പറ്റില്ല. ഞാൻ ഈ ഇതടിച്ചിട്ട് എന്തായാലും പറയാ, ഫ്ലാഷ് അടിച്ചിട്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല താഴേക്കൊന്നും. വോയിസ് ഓവർ അല്ല, ഇത് ലൈവാ. ആ ബീച്ചിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു വേവ്സ് ഒന്ന് വന്നടിച്ചതുണ്ടല്ലോ, നല്ല വേദന എടുത്ത്. എന്ത് വേവ്സാ വന്നതെന്നല്ല, അത്ര ഹൈറ്റിലാണ് വന്നത്. ഞാൻ ഏകദേശം ഈ കഴുത്ത് വരെയൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിട്ടോ. അത്രയും ഞാൻ ഇറങ്ങാറില്ല. 2 പേരുള്ളതുകൊണ്ടാണ് ഞാൻ അത്രയെങ്കിലും ഇറങ്ങിയത്. കുഴപ്പമില്ല. അവരൊക്കെ ഇതിനൊപ്പറായിട്ട് കുറേ പേര്, ഫോറിനേഴ്സൊക്കെ കുറേ പേരുണ്ടായിരുന്നേ. അവരവിടം വരെ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. കല്ല് കുത്തി വീഴും. എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഫ്ലാഷ് അടിച്ചിട്ട് താഴേക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഫുള്ള് നനഞ്ഞ്. കുഴപ്പമില്ല, വേറൊരു ടീഷർട്ട് കൂടെ ഉണ്ട്, അത് വേണമെങ്കിൽ ഇടാം. പിന്നെ ഷോർട്ട്സ് എല്ലാം ഇട്ട് പാൻറ് കയ്യിലുണ്ട്. ബീച്ചിൽ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് നോക്ക്, ഇത് കോടയാണ് കേട്ടോ. രാത്രിയൊക്കെ ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഇത് ഏറ്റവും ഹൈയിലാണ് കേട്ടോ ഉള്ളത്. ഈ സിയറ ലിയോണിൽ മാത്രമാണ് ഒരു കോട കാണാൻ പറ്റുന്നുള്ളൂ. ഇപ്പം നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫുള്ള് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കാണേണ്ടതാണ്, നല്ല ലൈറ്റൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പം കാണാൻ പറ്റുന്നില്ല. നല്ല കോട പോകുന്നത് കണ്ടോ. ആ ഒരു ലൈറ്റിൻ്റെ താഴെ നമുക്ക് കാണാൻ പറ്റും. നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട് ഇവിടെ. അടിപൊളി, എനിക്കിഷ്ടമായി. തിരിച്ച് റൂമിലെത്തി. നല്ല ലേറ്റ് ആയിട്ടുണ്ട്. സോ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.